നന്ദേട്ടൻ പറയും. നന്ദേട്ടാ, ഇപ്പൊ സ്ത്രീകളൊക്കെ കൂടുതലായി മേളരംഗത്തേക്ക് വരികയാണ്, എങ്ങനെയുണ്ട്? സ്ത്രീകൾ മേളരംഗത്തേക്ക് വരണം. കാരണം പൂരത്തിന്റെ പുരുഷാരം എന്ന പ്രയോഗത്തിൽ ഒരു ആൺകോയ്മ മണക്കുന്നുണ്ടെങ്കിൽ പൂരത്തിന്റെ പെണ്ണാരം അല്ലെങ്കിൽ പൂരത്തിന്റെ വനിതാരം എന്നോട് പറയാം, പൂരത്തിന്റെ ട്രാൻസ്ജെൻഡർ ആരം എന്നുകൂടി മാറ്റണം. പറയുന്നൊരു കാലം ഉണ്ടാവട്ടെ അല്ലേ? അങ്ങനെ ഒരു കാലം ഉണ്ടാവണം. കാരണം ഇത് മനുഷ്യൻ നടത്തുന്ന അതിൽ ലിംഗഭേദമില്ല. തൃശ്ശൂർ പൂരത്തിന് ലിംഗഭേദമില്ല, തൃശ്ശൂർ പൂരത്തിന് ജാതിഭേദമില്ല, മതഭേദമില്ല. ചെണ്ട എന്ന് പറയുന്നത് 4 തരം വാദ്യമുണ്ട് നാട്യശാസ്ത്ര പ്രകാരം. തതം, അവനദ്ധം, ഘനം, സുഷിരം. തതം എന്ന് പറയുന്നത് കമ്പിവാദ്യങ്ങൾ, വീണ. അതിന് പൂരത്തിൽ അത്ര വലിയ റോളില്ല. തതം. അവനദ്ധം എന്ന് പറയുന്നത് തോലിന്റെ ഒരു കുറ്റിയുടെ 2 തല അല്ലെങ്കിൽ 1 തല അടച്ചു കെട്ടി, അതാണ് വലിയ റോള്. അവനദ്ധം. ഘനം എന്ന് പറഞ്ഞാൽ താളം. സുഷിരം എന്ന് പറഞ്ഞാൽ കുഴലൂത്ത്. അപ്പൊ കുഴലൂത്തുകാരാണ് ഇപ്പൊ കൂടുതൽ. പാർട്ടിയുടെ കുഴലൂത്തുകാര്, ജാതിയുടെ കുഴലൂത്തുകാര്, മതത്തിന്റെ കൂടെ സുഷിരവാദ്യങ്ങളാണ് കൂടുതൽ. പക്ഷെ ഇത് ചെണ്ട എന്ന് പറയുന്നത് അവനദ്ധവാദ്യം ആണ്. ചെണ്ടയ്ക്ക് ഇടന്തല, വലന്തല 2 തലയുണ്ട്. ഇടന്തലയ്ക്ക് വീക്കൻ ചെണ്ട എന്നാണ് പറയുക. ജിന്ന് കൊട്ടുമ്പോൾ ഈ വീക്കൻ ചെണ്ട എന്നാണ് അതിനെ. വീക്കൻ എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് ആണ് കേട്ടോ. ഇംഗ്ലീഷിലെ വീക്കൻ അല്ല, വീക്കുന്ന ചെണ്ട, വീക്കൻ ചെണ്ട. അപ്പൊ ഈ ചെണ്ടയുടെ രംഗത്തേക്ക് ഡിണ്ടിമം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന ഈ ചെണ്ടയുടെ രംഗത്തേക്ക് 2 ചെണ്ട സഹോദരിമാർ അല്ലെങ്കിൽ ചെണ്ടുകൾ, പൂച്ചെണ്ട് പോലെ മനോഹരമായി ചെണ്ട വായിക്കുന്ന 2 ചെണ്ടുകൾ കിടന്നു വന്നത്. എന്തായാലും ഇനി ഇതേപോലെ കൂടുതൽ ആളുകൾ വരട്ടെ. പൂരത്തിന് വരേണ്ടത് ആനപ്പുറം കയറാൻ ഇപ്പൊ സ്ത്രീകൾ വന്നു തുടങ്ങിയത് എനിക്കറിയില്ല. അതുകൂടെ അത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകും. അതുകൂടിയല്ലേ എത്രയും പെട്ടെന്ന്